വെൽക്കം ബാക്ക്. ഇംഗ്ലീഷ് ആദ്യമായി പഠിച്ചു തുടങ്ങുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് ശരിയായി മനസ്സിലാക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. കാരണം ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഇംഗ്ലീഷിലെ 100 വാക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇംഗ്ലീഷിൽ ലക്ഷക്കണക്കിന് വാക്കുകളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയ വാക്കുകളിൽ 100 എണ്ണമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞാനിവിടെ ഇംഗ്ലീഷിലെ ഓരോ വാക്കിൻ്റെയും ഒപ്പം അതിന് മലയാളത്തിലെ അർത്ഥവും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ ഈ വാക്കുകൾ എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മറ്റൊന്ന്, ഇന്ന് നമ്മൾ ഈ വാക്കുകളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ വാക്കുകൾ എങ്ങനെ വാക്യങ്ങളിൽ സെൻറ്റൻസസിൽ പ്രയോഗിക്കാം എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ വസ്തുക്കളുടെ പേരുകളായിട്ട് വരുന്ന തരം ഇംഗ്ലീഷ് വാക്കുകളാണ്. അതിലാദ്യത്തെ വാക്കാണിത്, ഡേ, പകൽ എന്നർത്ഥം, ഡേ. അടുത്തത് വീക്ക്, ആഴ്ച എന്നർത്ഥം, വീക്ക്. മന്ത്, മാസം, മന്ത്. അടുത്ത വാക്ക് ഇയർ, വർഷം എന്നർത്ഥം, ഇയർ. ഇനി മാൻ, ഈ വാക്കിന് മനുഷ്യൻ എന്നും പുരുഷൻ എന്നും അർത്ഥമുണ്ട്, മാൻ. ഇതോ വുമൻ, സ്ത്രീ എന്നർത്ഥം, വുമൻ. ചൈൽഡ്, കുട്ടി, ചൈൽഡ്. പീപ്പിൾ, ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ എന്നർത്ഥം, പീപ്പിൾ. വേൾഡ്, ലോകം, വേൾഡ്. ടൈം, സമയം എന്നർത്ഥം, ടൈം. ലൈഫ്, ജീവിതം, ലൈഫ്. പ്ലേസ്, സ്ഥലം എന്നർത്ഥം, പ്ലേസ്. ഈ വാക്ക് തിങ്, വസ്തു എന്നർത്ഥം, തിങ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രവൃത്തികളെ പറ്റി പറയാൻ ഉപയോഗിക്കുന്ന തരം ഇംഗ്ലീഷ് വാക്കുകളെയാണ്. അപ്പോൾ ആദ്യത്തേതാണ് ഈ കാണുന്നത് ഗോ, പോവുക, ഗോ. ഇത് കം, വരുക, കം. ഇനി ഗിവ്, കൊടുക്കുക, ഗിവ്. ഈ വാക്ക് കണ്ടല്ലോ, ടേക്ക്. ഈ വാക്ക് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം എടുക്കുക എന്നതാണ്, ടേക്ക്. ലിവ്, ജീവിക്കുക. മുൻപ് നമ്മൾ ലൈഫ് കണ്ടു, ജീവിതം. ഇത് ലിവ്, ജീവിക്കുക. ഇത് വർക്ക്, ജോലി ചെയ്യുക, വർക്ക്. അപ്പോൾ ഈ വാക്കിന് ജോലി എന്നും അർത്ഥം വരാം. ജോലി ചെയ്യുക എന്നുള്ളതിനെ പറ്റി പറയാനും ഇതേ വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തത് യൂസ്, ഉപയോഗിക്കുക, യൂസ്. ഈ വാക്കും നമുക്ക് വേണമെങ്കിൽ ഉപയോഗം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാൻ സാധിക്കും. ഇത് സേ, പറയുക, സേ. അടുത്തത് നോ, അറിയുക, നോ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, കെ എന്ന അക്ഷരം വെച്ചാണ് നമ്മൾ ആ വാക്ക് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ കെ എന്നത് നമ്മൾ ഉച്ചരിക്കില്ല, അതുകൊണ്ടാണ് നോ എന്ന് പറഞ്ഞത്. ലുക്ക്, നോക്കുക, ലുക്ക്. ഇത് ലിസൺ, ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക എന്നർത്ഥം, ലിസൺ. അടുത്തത് വാണ്ട്, എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് തോന്നുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക എന്നൊക്കെ അർത്ഥം, വാണ്ട്. ഇനി മേക്ക്, എന്തെങ്കിലും നിർമ്മിക്കുക, സൃഷ്ടിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥം, മേക്ക്. ലൈക്ക്, ഇഷ്ടപ്പെടുക, ലൈക്ക്. ഫീൽ, അനുഭവപ്പെടുക എന്നർത്ഥം, ഫീൽ. ഫീൽ ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം അനുഭവപ്പെടുക, സന്തോഷം തോന്നുക. തിങ്ക്, ചിന്തിക്കുക അല്ലെങ്കിൽ ആലോചിക്കുക, തിങ്ക്. അടുത്ത വാക്ക് കാണാമല്ലോ, ബി, ആയിരിക്കുക എന്നർത്ഥം. അപ്പോൾ ബി ഹാപ്പി എന്ന് വെച്ചാൽ സന്തോഷമായിരിക്കുക എന്നാണ് അർത്ഥം. ഈ ബി എന്ന വാക്ക് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അടുത്ത വാക്ക് ഡു, ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ഡു ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഡിഡ്, ചെയ്തു എന്നർത്ഥം, ഡിഡ്. അടുത്ത വാക്ക് ഹാവ്. ഈ വാക്കിൻ്റെ ഒരർത്ഥം ഉണ്ട് എന്നാണ്. ഞാനങ്ങനെ എടുത്തു പറയാൻ കാരണം ഈ ഹാവ് എന്ന വാക്കിന് പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസും നമുക്ക് പിന്നീട് കാണാം. അടുത്ത വാക്ക് കണ്ടല്ലോ, ഹാഡ്. ഇതും നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഇനി നമ്മൾ വേറൊരു തരം വാക്കുകളാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ പറ്റി വിശേഷിപ്പിച്ച് പറയാനൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നോക്കൂ, ന്യൂ, പുതിയത് എന്നർത്ഥം. അപ്പോൾ പുതിയ ബാഗ് എന്ന് പറയണമെങ്കിൽ ന്യൂ ബാഗ് എന്ന് പറയാം, ന്യൂ. ഇത്
ഓൾഡ്, പഴയത്, ഓൾഡ്. ഇനി കാണുന്നത് ബിഗ്, വലിയ എന്നർത്ഥം, ബിഗ്. അപ്പോൾ ചെറിയ എന്നർത്ഥം കിട്ടണമെങ്കിൽ സ്മോൾ എന്ന് പറയാം, സ്മോൾ. ഫസ്റ്റ്, ആദ്യത്തെ, ഫസ്റ്റ്. ലാസ്റ്റ്, അവസാനത്തെ, ലാസ്റ്റ്. ഗുഡ്, നല്ല, നല്ലതായ എന്നർത്ഥം, ഗുഡ്. ചീത്ത എന്ന് പറയണമെങ്കിൽ ബാഡ്, ബാഡ്. അടുത്തത് കാണാമല്ലോ, സെയിം, സമാനമായ അല്ലെങ്കിൽ അതേപോലെ തന്നെയുള്ള എന്നൊക്കെയുള്ള അർത്ഥം കിട്ടാനാണ് ഈ വാക്ക്, സെയിം. ഹാപ്പി, സന്തുഷ്ടമായ, ഹാപ്പി. അപ്പോൾ ഈ വാക്കോ, അതർ എന്ന് വെച്ചാൽ മറ്റേ അല്ലെങ്കിൽ മറ്റേത് എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണിത്, അതർ. അപ്പോൾ ഇത് ഓൺലി, മാത്രം എന്നർത്ഥം. ഓൺലി വൺ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം മാത്രം. ഇത് ഫ്യൂ, ഏതാനും എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ എണ്ണത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഫ്യൂ ബുക്സ് എന്ന് പറഞ്ഞാൽ ഏതാനും പുസ്തകങ്ങൾ എന്നർത്ഥം. അപ്പോൾ എണ്ണത്തിൽ കുറവാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മെനി, അനേകം എന്നർത്ഥം. മെനി കാർസ് എന്ന് പറഞ്ഞാൽ അനേകം കാറുകൾ. ഇനി ഈ വാക്ക് നോക്കൂ, നൗ, ഇപ്പോൾ എന്നർത്ഥം, നൗ. ഇതോ നോട്ട്, അല്ല അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെയുള്ള അർത്ഥം വരാൻ നമ്മൾ ചേർക്കുന്ന വാക്കാണിത് നോട്ട്. വെരി, വളരെ എന്നർത്ഥം. വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലത്. അപ്പോൾ ഇത് മോർ, കൂടുതൽ എന്നർത്ഥം. അപ്പോൾ മോർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ. നമ്മൾ പീപ്പിൾ എന്ന വാക്ക് നേരത്തെ പഠിച്ചിരുന്നു, ഓർക്കുന്നില്ലേ? ഇനി ഈ വാക്ക് ദിസ്, ഇത് എന്നർത്ഥം. ദിസ് ബുക്ക്, ഈ പുസ്തകം. അപ്പോൾ ഈ വാക്ക് ദാറ്റ്, അത് എന്നർത്ഥം. ദാറ്റ് കാർ, ആ കാറ്. ഹിയർ, ഇവിടെ എന്നർത്ഥം, ഹിയർ. അപ്പോൾ ഈ വാക്ക് there, അവിടെ എന്നർത്ഥം, there. ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യം വരുന്ന കുറച്ച് വാക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. വാട്ട്, എന്ത് എന്നർത്ഥം, വാട്ട്. അടുത്തത് വൈ, എന്തുകൊണ്ട്, വൈ. ഇനി ഹൂ, ആര് എന്നർത്ഥം, ഹൂ. വെൻ, എപ്പോൾ എന്നർത്ഥം, വെൻ. അടുത്ത വാക്ക് വേർ, എവിടെ എന്നർത്ഥം, വേർ. ഇനി കാണുന്നത് ഹൗ, എങ്ങനെ എന്നാണ് അർത്ഥം, ഹൗ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പേരുകൾക്ക് പകരം ഉപയോഗിക്കാൻ സാധിക്കുന്ന തരം ചില വാക്കുകളാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ എൻ്റെ പേര് സോണിയ എന്നാണ്. അതിന് പകരം ഞാൻ എന്നെപ്പറ്റി തന്നെ പറയുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ എന്നായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇവിടെ എൻ്റെ ഫ്രണ്ടുണ്ട് മായ, മായയെ പറ്റി എനിക്ക് അവൾ എന്ന് പറയാം. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന തരം ചില വാക്കുകളാണ് നമ്മളിനി കാണുന്നത്. ആദ്യത്തത് ഐ, ഞാൻ എന്നർത്ഥം, ഐ. ഇത് മീ, എന്നെ എന്നർത്ഥം, മീ, എന്നെ. അപ്പോൾ ഇതോ മൈ, എൻ്റെ എന്നർത്ഥം, മൈ ബാഗ്, എൻ്റെ ബാഗ്. ഈ വാക്ക് നിങ്ങൾക്കറിയായിരിക്കും, യു, നിങ്ങൾ എന്നർത്ഥം, യു. അപ്പോൾ നിങ്ങളുടെ എന്നുള്ളതിന് എന്ത് പറയും? യോർ എന്ന് പറയാം, YOUR, യോർ. ഇനി അടുത്തത് ഹി, അവൻ അല്ലെങ്കിൽ അയാൾ എന്നർത്ഥം. ഇനി കാണുന്നത് ഹിസ്, അയാളുടെ അല്ലെങ്കിൽ അവൻ്റെ എന്നർത്ഥം, ഹിസ്. ഇത് ഹിം, അയാളെ അല്ലെങ്കിൽ അവനെ എന്നർത്ഥം, ഹിം. അടുത്ത വാക്ക് ഷീ. ഈ വാക്കിനെ നമുക്ക് മലയാളത്തിൽ അവൾ എന്നോ അവർ എന്നോ വിളിക്കാം. അവർ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മലയാളത്തിൽ ഒരു സ്ത്രീയെ പറ്റി ബഹുമാനത്തോടെ അവർ എന്ന് പറയുമല്ലോ, ആ അർത്ഥത്തിലാണ് കേട്ടോ. അടുത്തത് ഹ, അവളെ എന്നർത്ഥം, ഹ. ഈ വാക്ക് ദേ, അവർ എന്നർത്ഥം, ദേ. അപ്പോൾ ദെം എന്ന ഈ വാക്കോ അവരെ എന്നർത്ഥം, ദെം, അവരെ. ദയ, അവരുടെ, ദയ, അവരുടെ എന്നർത്ഥം. വി, ഞങ്ങൾ, വി. അടുത്ത വാക്ക് അവർ, ഞങ്ങളുടെ എന്നർത്ഥം. അവർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്. അപ്പോൾ അത് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആ ഹൗസ് എന്നായിരിക്കും പറയുന്നത് കേട്ടോ. അവർ എന്ന് പറയണമെന്നില്ല, ആ ഹൗസ്. ഈ വാക്ക് കണ്ടല്ലോ, അസ്, ഞങ്ങളെ എന്നർത്ഥം, അസ്. അടുത്ത വാക്ക് നോക്കൂ, ഇറ്റ്, അത്, അതിനെ എന്നൊക്കെ അർത്ഥം വരും, ഇറ്റ്. ഇനി അതിൻ്റെ എന്നർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്
ഇറ്റ്സ് എന്നാണ്. അതിൻ്റെ എന്നർത്ഥം കിട്ടാൻ ഇറ്റ്സ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാക്കുകളെ അല്ലെങ്കിൽ വാക്യങ്ങളെയൊക്കെ ചേർത്ത് ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്ന തരം ചില വാക്കുകളെയാണ്. അതിലാദ്യത്തെയാണിത്, ആൻഡ്. എനിക്കിപ്പോൾ നിങ്ങളും ഞാനും എന്ന് പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുക യു ആൻഡ് ഐ എന്നാണ്. അപ്പോൾ നിങ്ങളും ഞാനും, യു ആൻഡ് ഐ. അടുത്തത് ബട്ട്, പക്ഷേ എന്നർത്ഥം, ബട്ട്. ഇനി ബിക്കോസ്, മലയാളത്തിൽ ഈ വാക്കിൻ്റെ അർത്ഥം കാരണം എന്നതാണ്, ബിക്കോസ്. ഈ കാണുന്നത് സോ, അതുകൊണ്ട് എന്നർത്ഥം, സോ. ഈ വാക്ക് നോക്കൂ, ഓർ. പെൻസിലോ പേനയോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കും, പെൻസിൽ ഓ പെൻ. ഇത് ഇഫ്, എങ്കിൽ എന്നർത്ഥം, ഇഫ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതും ഇംഗ്ലീഷിൽ നമ്മൾ വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള ചില വാക്കുകളാണ്. നോക്കൂ, ക്യാൻ. എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കും, എനിക്ക് ജോലി ചെയ്യാൻ കഴിയും എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കും, ഐ ക്യാൻ വർക്ക്, ഐ ക്യാൻ വർക്ക്. അടുത്തത് വിൽ. ഞങ്ങൾ പോകും എന്ന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കേണ്ടി വരും, വി വിൽ ഗോ, ഞങ്ങൾ പോകും, വി വിൽ ഗോ. ഈ വാക്ക് കണ്ടല്ലോ, മെയ്. എന്തെങ്കിലും ഒരു കാര്യം നടക്കാനുള്ള സാധ്യതയെപ്പറ്റി പറയാനാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൻ വന്നേക്കാം എന്ന് പറയണമെങ്കിൽ ഹീ മേ കം എന്ന് പറയും, ഹീ മേ കം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും ചെറിയ പക്ഷേ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളെയാണ്. പലപ്പോഴും ഈ വാക്കുകളിൽ 2-3 അക്ഷരങ്ങളൊക്കെ കാണുകയുള്ളൂ. പക്ഷേ ഈ വാക്കുകളില്ലാതെ ചിലപ്പോൾ നമുക്ക് വാക്യങ്ങൾ, സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പോലും സാധിക്കില്ല. ആദ്യത്തെ നോക്കൂ, ഇൻ. ഈ വാക്കിൻ്റെ അർത്ഥം അകത്ത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഒരു ബാസ്ക്കറ്റിനുള്ളിലാണ് ആപ്പിൾസ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ആപ്പിൾസ് എവിടെയാണ്? ഇൻ ദ ബാസ്ക്കറ്റ്, ഇൻ, അകത്ത്. അടുത്തത് നിങ്ങൾക്ക് കാണാമല്ലോ, ഓൺ എന്ന് വെച്ചാൽ എന്തിൻ്റെയെങ്കിലും ഉപരിതലത്തിൽ, അതിൻ്റെ പുറത്ത് എന്നർത്ഥം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കപ്പ് കാപ്പി ഇരിക്കുന്നത് മേശപ്പുറത്താണ്, ഓൺ ദ ടേബിൾ. അടുത്ത വാക്ക് ഫ്രം എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്നൊക്കെയാണ്. അപ്പോൾ ഫ്രം ഡൽഹി എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന്. ഫ്രം സൺഡേ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മുതൽ, ഞായറാഴ്ച തൊട്ട് എന്നർത്ഥം. അടുത്ത വാക്ക് ടു. ഈ വാക്കിനും പല അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് മാത്രം ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഡൽഹിയിലേക്ക് എന്ന് പറയാൻ ടു ഡൽഹി എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫോ എന്ന വാക്കാണ്. നമുക്കിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കായി എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഈ വാക്കാണ് ഉപയോഗിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാമല്ലോ, ഒരു ഗിഫ്റ്റാണിത്. അപ്പോൾ ഈ ഗിഫ്റ്റ് നിങ്ങൾക്കാണ്, ഗിഫ്റ്റ് ഫോർ യു എന്നാണ് പറയുക. അടുത്ത വാക്ക് വിത്ത്. ഈ വാക്കിനും പല അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് എന്തെങ്കിലും കൊണ്ട് എന്ന് പറയാനാണ്. അപ്പോൾ ഞാൻ പേന ഉപയോഗിച്ച്, പേന കൊണ്ട് എഴുതി, വിത്ത് പെൻ. അടുത്ത പിക്ചർ കണ്ടല്ലോ, ഒരു കുട്ടി ടോയ്സ് ഉപയോഗിച്ച് കളിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് വിത്ത് എന്ന് പറയാം, പ്ലേ വിത്ത് ടോയ്സ്. അടുത്തത് ആഫ്റ്റർ, ശേഷം, പിന്നീട് എന്നർത്ഥം, ആഫ്റ്റർ. അപ്പോൾ ഇതോ ബിഫോർ, മുൻപ് എന്നർത്ഥം, ബിഫോർ. നിങ്ങളിപ്പോൾ കാണുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും ചെറിയൊരു വാക്കാണ് എ. അപ്പോൾ ഒരു പുസ്തകം എന്ന് പറയണമെങ്കിൽ നമുക്ക് എ ബുക്ക് എന്ന് പറയാം. ഒരു കാർ, എ കാർ. ഇതേ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഈ കാണുന്നത് ആൻ. ഒരു ആപ്പിൾ എന്ന് പറയണമെങ്കിൽ ആൻ ആപ്പിൾ എന്ന് പറയാം. ഒരു ഓറഞ്ച്, ആൻ ഓറഞ്ച്. അപ്പോൾ എ ആൻ. ഇവ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ശ്രദ്ധിക്കൂ കേട്ടോ. ആ, ഇ, ഉ, ഓ, എ, ഐ എന്നൊക്കെയുള്ള തരം സ്വരങ്ങളിൽ തുടങ്ങുന്ന തരം വാക്കുകൾക്ക് മുൻപിലാണ് നമ്മൾ ആൻ എന്നത് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമ്മളിവിടെ ആൻ ഓറഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ദ ബുക്ക്, ദി ആപ്പിൾ. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ച് പ്രത്യേകമായി പറയണമെങ്കിൽ അവിടെ നമ്മൾ ഈ ദ എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇംഗ്ലീഷിലെ ഏറ്റവും കോമൺ ആയ, എങ്ങനെയായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ 100 വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകളും ഇതിൻ്റെ അർത്ഥവും നിങ്ങളൊരു ബുക്കിൽ എഴുതി വയ്ക്കണം. ഇത് ആവർത്തിച്ച് പറയും തോറും ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ പതിയും. അത് മാത്രം പോരാ, ഈ വാക്കുകൾ ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉച്ചാരണവും ശരിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് വളരെ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.
ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്തതിൽ കാണാം. ബൈ.